സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നതോടെ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള നീക്കവുമായി കെ.എസ്.ഇ.ബി. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വൈദ്യുതി കൈമാറ്റത്തിന് ധാരണയായി. ഹിമാചൽ പ്രദേശ്, ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, ഈ വേനൽ കടുക്കുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനം സംസ്ഥാനത്ത് ഗണ്യമായി തന്നെ കുറയും. അതുകൊണ്ട് തന്നെ അത് പുറത്തുനിന്ന് വാങ്ങാനുള്ള നീക്കവുമായി കെ.എസ്.ഇ.ബി. മുന്നോട്ട് പോവുകയാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങാനാണ് നിലവിൽ ധാരണയായിരിക്കുന്നത്? റോജി, സംസ്ഥാനത്ത് വേനൽ കടുക്കുന്നതോടെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാനുള്ള നീക്കവുമായിട്ടാണ് കെ.എസ്.ഇ.ബി. മുന്നോട്ട് പോകുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി കൈമാറ്റം ചെയ്യാൻ ധാരണയായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും അധിക വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്കുമാണ് കെ.എസ്.ഇ.ബി. കടക്കുന്നത്. റെഗുലേറ്ററി കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നൽകിയാൽ മാത്രമേ കെ.എസ്.ഇ.ബിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തിൽ ഏതാണ്ട് ഏപ്രിൽ മെയ് മാസമായപ്പോഴേക്കും വൈദ്യുതി ഉപയോഗം ഏതാണ്ട് 5397 മെഗാവാട്ട്. ഒരു ദിവസം പ്രതിദിന ചിലവ് എന്ന് പറയുന്നത് 5000-ന് മുകളിലായിരുന്നു. അല്ലെങ്കിൽ വൈദ്യുതിയുടെ ചിലവ്, ഉപഭോഗം എന്ന് പറയുന്നത് 5000-ന് മുകളിലായിരുന്നു. അതേപടി തന്നെ ഈ വർഷം ഏതാണ്ട് മാർച്ചോടുകൂടി പ്രതിദിന വൈദ്യുതിയുടെ ഉപയോഗം 5000-ന് മുകളിൽ എത്തുമെന്നാണ് കെ.എസ്.ഇ.ബി. വിലയിരുത്തൽ. ഇതുവരെ സംസ്ഥാനം 90 മെഗാ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ 100 ആവാനായിട്ട് ഇനി ഏതാണ്ട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാതെ കെ.എസ്.ഇ.ബിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കഴിഞ്ഞ വർഷത്തെ കരാറുകളൊക്കെ ഇപ്പോൾ റദ്ദാക്കിയിട്ടുണ്ട്. ഈ കരാറുകളൊക്കെ ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഏതാണ്ട് 400 മെഗാവാട്ട് വൈദ്യുതിയായിരുന്നു പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടിരുന്നത്. അത് 500 കൂട്ടേണ്ടി വരുമെന്നൊക്കെ കെ.എസ്.ഇ.ബി. ചില കാര്യങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ സംസ്ഥാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം പിന്നിലോട്ടാണ് എന്നും കെ.എസ്.ഇ.ബി. വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാതെ ഈ വേനൽക്കാലത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് കെ.എസ്.ഇ.ബി. വൈദ്യുതി വാങ്ങാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.